ഇപ്രാവശ്യത്തെ എൻ്റെ ഡെലിവറിക്ക് ശേഷം എൻ്റെ മനസ്സും ശരീരമൊക്കെ ആകെ പഞ്ചറായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഡെലിവറി ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സമേതയിൽ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്ററിലോ ദേവിക നമ്പ്യാറും കുറേ സെലിബ്രിറ്റീസിൻ്റെ എക്സ്പീരിയൻസ് കേട്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്രാവശ്യം എന്തായാലും സമേതയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന്. അങ്ങനെ ഞാനൊരു 10 days പാക്കേജ് ആയിരുന്നു എടുത്തത്. അപ്പോൾ സാറ ഡോക്ടറിൻ്റെയും മാരതി ഡോക്ടറിൻ്റെയും ഒരു സപ്പോർട്ടോടുകൂടിയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ധന്യയായിരുന്നു എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തത്. ധന്യയുടെ ഒരു ഡെഡിക്കേഷനെ പറ്റി പറയാതെ വയ്യ. സ്റ്റാർട്ടിങ് തന്നെ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെഡ് നല്ലപോലെ മസാജ് ചെയ്യും. അതിന് ശേഷം ഒരു ഹെയറിലൊരു മാസ്ക് അപ്ലൈ ചെയ്യും, മുടിയൊന്നും കൊഴിയാതിരിക്കാൻ. ദെൻ ഫേസിൽ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഇട്ടിട്ട് ഫേസ് നല്ലപോലെ മസാജ് ചെയ്യും. അതിനുശേഷം ബോഡിയിൽ പ്രസവരക്ഷ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബോഡി ഫുള്ള് മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഞവരയും മഞ്ഞയൊക്കെ കൂടെ ഉള്ളൊരു പാക്ക് ഇടുന്നത്. അപ്പോൾ സമേതയുടെ പ്രോഡക്റ്റ്സ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീരെല്ലാം ഉടച്ചിട്ട് ഞവരയുടെ കിഴി വെക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അവിടെ പോകുന്ന സമയം ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷനോടുകൂടിയാണ് പോകുന്നത്. പക്ഷേ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലീഫ് കിട്ടി. മനസ്സിനും ശരീരത്തിനും ഒക്കെ ഭയങ്കരമായിട്ടൊരു ആശ്വാസമായി. അപ്പോൾ ലാസ്റ്റ് ഡേ കുറച്ചും കൂടി എക്സ്ട്രാ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു. ഫേസിൽ എക്സ്ട്രാ ആയിട്ട് ഞവരയുടെ ഒരു ഫേസ് പാക്ക് ഇട്ടു. ബോഡിയിൽ ഫുൾ സാൻഡൽ പാക്ക് ഇട്ട് മസാജ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ശിരോധാരയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മാഗസീനിലും മൂവിയിലും ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ശിരോധാരയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര റിലീഫായി. തലയിൽ നല്ല തണുത്ത കഷായം വീണപ്പോൾ ഭയങ്കര ഒരു സുഖം തോന്നി കേട്ടോ. അതേപോലെ തന്നെ ആയിരുന്നു സ്റ്റീമും ഒക്കെ. എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ഒരു ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ കാര്യവും കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി നമ്മളുടെ ബോഡി നമ്മൾ മിക്കവരും ടേക്ക് കെയർ ചെയ്യാറില്ല, അതിന് സമയം കണ്ടെത്താറില്ല. കുറച്ച് പേര് ഇപ്പോൾ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 day റെജുവിനേഷനെങ്കിലും നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ബോഡി ഓക്കെ ആയാൽ മാത്രമേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ. നമ്മൾ ഹാപ്പി ആയാലേ നമുക്ക് ചുറ്റുമുള്ളൊരു ഹാപ്പി ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.